നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക് മുള്ളിയോണ മക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ കാണുന്ന പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ പാലസ്തീൻ. ഏറ്റവും കണ്ടന്റ് വാല്യൂ, അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചങ്ങായി നമുക്കൊന്നും റീച്ചില്ല ഭായി. നമ്മളിത് പറഞ്ഞ ആരും ഇനിയിപ്പോൾ നമ്മളെ തെറി വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് അല്ലെങ്കിൽ റീച്ചില്ല. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം തെറി വിളിക്കാൻ. അത് പറയാനാണ് ആദ്യം തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന സംഭവമാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ. അതിൽ പാലസ്തീൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖ റാപ്പർ എന്ന് പറഞ്ഞ പോലെ, അതേപോലെ ഏറ്റവും പ്രമുഖ സ്ട്രീമർ ഒരുത്തുണ്ട്. അത് അങ്ങനെ തെറി വിളിച്ച് നാട്ടുകാരൊക്കെ എല്ലാവരും തെറി വിളിച്ചിട്ട് അവസാനം ഇപ്പോൾ മൂപ്പര് അത്യാവശ്യം മെച്ചൂർഡായിട്ട് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, അപ്പോൾ നല്ലപോലെ മെച്ചൂർഡായിട്ട് പോകാൻ നല്ലപോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കിഷ്ടമുണ്ട്. ഇപ്പോൾ അവൻ ചെയ്യണമൊക്കെ ഇഷ്ടമുണ്ട്. അപ്പം അത് ചെയ്യണം ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ ചെയ്യണമൊക്കെ കാര്യമുള്ള കാര്യം. അതായത് അത്യാവശ്യം എല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്ന പോലെ, എല്ലാവരും കൂട്ടിപ്പിടിച്ച് നിൽക്കണ പോലെ ഓൻ്റെ ഒരു ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ആളാരാന്നുള്ളത് ഓനെ അറിയാണ്ട് ഒരു കാര്യമാണ്. അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അത് 1% എത്താനുള്ളൂ എന്നാണ് ഇപ്പോൾ അവൻ പറയണേ. ആ ഒരു 1% ഉള്ളതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും പറയണ്ട. ഇതുപോലെ പബ്ലിക് സ്ട്രീമിംഗ് ആണ്, അതിലൊന്നും പറയാനില്ല എന്ന് ഓൻ പറഞ്ഞു. ഓൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതാണ്ട് പറഞ്ഞപ്പോഴേക്കും തീർന്നു. ഓനാണ്ട് കൊത്തി വലിക്കണ്. എന്തിനാ കൊത്തി വലിക്കണ്? എന്ത് തേങ്ങ കൊത്തി വലിക്കണം? മോനതിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഏറ്റവും അടിപൊളി. മോനതിൽ പറയുന്നുണ്ട്, ഞാൻ ആ മതക്കാരനാണ്, നിങ്ങളത് മറന്നു പോവാണ്. അപ്പോൾ ഇതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ആ ഒരു വിഷയം എന്ന് പറയുന്നത് മനുഷ്യ വിഷയത്തെക്കാട്ടിലും മതവിഷയമായി മാറുകയാണ്. അത് മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വരുന്നത്, അത് മനുഷ്യത്വമൊന്നുമല്ല, അത് മതവിഷയമാണ്. പക്ഷേ ഈ ചങ്ങായിക്ക് എന്താ വെച്ചാൽ പബ്ലിക് സ്ട്രീമിംഗ് ആയതുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കണ്ട എന്നുള്ള രീതിയിലാണ് മൂപ്പര് നിർത്തിയത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉള്ളിലാണ്, വ്യക്തിപരമാണ്. അത് കറക്റ്റായിട്ടുള്ള തീരുമാനമാണ്. രാഷ്ട്രീയം അതേപോലെ തന്നെ ചില കാര്യങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെയധികം വ്യക്തിപരമാണ്. അത് എല്ലായിടത്തും പണം നിർബന്ധമില്ല. അത് വായിട്ട് അടിച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യം ഓനുമില്ല, അത് ഓനും അറിയാം. അതുകൊണ്ടാണ് ഓനത് പറയണത്. മറ്റുള്ളവർക്ക് ഇവനത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണമായിരിക്കും ഇവൻ്റെ കാര്യം, ഓരോ കാര്യം. അതുകൊണ്ടായിരിക്കും ഓരോ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്കെന്ന് മനസ്സിലാച്ചാൽ ഞാൻ ഈ മതക്കാരൻ, നിങ്ങളത് ഓർക്കണം. ഞാൻ പണ്ടത് പറയണത് ബാക്കിയുള്ളൊന്നും മനുഷ്യന്മാരില്ലേ വൈ. എന്ത് ബാക്കി എവിടെയൊന്നും നടക്കണില്ലേ? അപ്പം അത് മനസ്സിലാക്കാൻ പറ്റണ രീതിയിലാവുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട്, അതേപോലെ ചൈനയിൽ നടക്കുന്നുണ്ട്, അതേപോലെ യൂറോപ്പിൽ നടക്കുന്നുണ്ട്, അതേപോലെ ലണ്ടനിൽ നടക്കുന്നുണ്ട്, അത് പല സ്ഥലത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും അറിയാണ്ട് വെറുതെ ഈ 2 രാജ്യങ്ങളും കൊണ്ട് വേ പറഞ്ഞുകൊണ്ടിരിക്കണ പൊട്ടന്മാരെ പോലെ, തവളകളെ പോലെ കിണറ്റിൽ കിടക്കാൻ നമ്മളെ കൊണ്ട് നടക്കാത്തതുകൊണ്ട് ഞാനിത് പറയുന്നത്. പക്ഷെ ഇത് പറഞ്ഞത് എന്തായാലും നന്നായി. ഓൻ ആ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലായി. കാരണം ഓൻ പറയണത് ഞാൻ എൻ്റെ മതം പറയണം. അത് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കണത്, ഈ എങ്ങനെ പറഞ്ഞു, ഈ എങ്ങനെ